പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദുഃഖിതരെയും പീഡിതരെയും ആശ്വസിപ്പിക്കുവാൻ അയക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുതപിക്കുന്ന പാപികൾക്ക് പാപമോചനം നൽകുവാനാഗതനായ ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവനും ദൈവനന്മയിൽ സമ്പന്നനുമായ വിശുദ്ധ അന്തോണീസിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ. തിരുസഭയുടെ പണ്ഡിതനും ആധ്യാത്മഗുരുവുമായ ഈ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. അറിയിപ്പുകൾ. ഈ ദേവാലയത്തിൽ ലഭിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെ ആന്റോണിയൻ ഹാളിൽ പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന നടത്തപ്പെടുന്നു. പ്രാർത്ഥനാ നിയോഗങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി എഴുതി വയ്ക്കുവാൻ താല്പര്യമുള്ളവർ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പുമായി ബന്ധപ്പെടുക. ദേവാലയത്തിലും ദേവാലയ പരിസരങ്ങളിലും ദയവ് ചെയ്ത് ഭിക്ഷാടനം പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങളുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങളും മറ്റു വസ്തുക്കളും പ്രത്യേകം സൂക്ഷിക്കുക. ദേവാലയത്തിന് സമീപമുള്ള സെന്റ് ആന്റണീസ് റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. തീർത്ഥാടന കേന്ദ്രത്തിന് മുൻപിലുള്ള വിശുദ്ധന്റെ കപ്പേളയിൽ തിരുവഴിപാട് നടത്തുന്നവർ തിരിയുടെ കൂടുകൾ വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിക്കുക. പാർക്കിംഗ് ഏരിയയിൽ സെക്യൂരിറ്റിയുടെയും റോഡ് മുറിച്ചു കിടക്കുമ്പോൾ ട്രാഫിക് പോലീസിന്റെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. നേർച്ച വസ്തുക്കൾ താഴെ വീഴാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദേവാലയത്തിനകത്തും ആരാധനാ ചാപ്പലിലും ദയവായി മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. ദേവാലയത്തിനകത്ത് വിശുദ്ധന്റെ രൂപത്തിൽ ചാർത്തുന്ന പൂമാലയ്ക്കായി നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക സാധു യുവതികളുടെ വിവാഹധന സഹായമായിട്ടാണ് നൽകുന്നത്. ആയതിനാൽ ദേവാലയത്തിനകത്തുള്ള പൂമാല ചാർത്തുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം അറിയിക്കുകയാണ്. നമുക്കറിയാം, ചൂട് ഒത്തിരി കൂടുതലുണ്ട്. പ്രത്യേകിച്ച് ഈ മെയിൻ വിങ്ങിന് ചുറ്റുമുള്ള റൂഫ് അല്പം താഴ്ന്നിരിക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ ആസ്പെറ്റോസ് ഷീറ്റാണ് വിരിച്ചിട്ടുള്ളത് കൊണ്ട് വലിയ ചൂടാണ്. അടുത്ത 2 ആഴ്ചക്കുള്ളിൽ ആ ആസ്പെറ്റോസ് ഷീറ്റൊക്കെ മാറ്റിയിട്ട് സാൻഡ്വിച്ച് പഫ് ഷീറ്റുകൾ വിരിക്കാനായിട്ട് പോവുകയാണ്. ഒപ്പം സീലിംഗ് ഇടുന്നുണ്ട്, ഫാനൊക്കെ മാറ്റാനൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ ഈ ജോലികളൊക്കെ ഭംഗിയായിട്ട് നടക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ഈ സാമ്പത്തികമായിട്ടുള്ള വലിയ ചിലവുള്ള ഈ പദ്ധതിയിലേക്ക് ആർക്കെങ്കിലും നല്ല മനസ്സോടെ എന്തെങ്കിലും നൽകാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വൈദികരെ സമീപിക്കണമെന്നും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഉപകാര സ്മരണകൾ. രോഗശാന്തി ലഭിച്ചതിന് 219, ജോലി ലഭിച്ചതിന് 116, വിവാഹം മംഗളകരമായി നടന്നതിന് 93, കാണാതെ പോയത് കണ്ടുകിട്ടിയതിന് 89, കുടുംബസമാധാനം ലഭിച്ചതിന് 101, വഴക്കു മാറിയതിന് 81, ധനസഹായം ലഭിച്ചതിന് 118, വീടുപണി പൂർത്തിയായതിന് 99, പരീക്ഷയിൽ ജയിച്ചതിന് 366, സ്വഭാവദൂഷ്യം മാറിയതിന് 34, കേസിൽ ജയിച്ചതിന് 67, സുഖപ്രസവം നടന്നതിന് 50, ആദ്യമായി ഒരു കുഞ്ഞ് ലഭിച്ചതിന് 57, മദ്യപാനം മാറിയതിന് 40, വിഷമഘട്ടത്തിൽ സഹായം ലഭിച്ചതിന് 219, ഉദ്ദിഷ്ടകാര്യം സാധിച്ചതിന് 328. ഈ ആഴ്ച ലഭിച്ച കൃതജ്ഞതകളിൽ ചിലത് വായിക്കുന്നു. ആദ്യം വായിക്കുന്ന ഈ കൃതജ്ഞത കുടുംബം എന്നോട് മറ്റു വൈദികരോടൊക്കെ നേരിട്ട് വന്ന് സംസാരിച്ച കാര്യം കൂടിയാണെന്നുള്ള കാര്യവും നിങ്ങളെ അറിയിക്കുകയാണ്. പതുവായിലെ വിശുദ്ധ അന്തോണീസിന് നന്ദി. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹം ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യത്തെ കുട്ടിയായതിനു ശേഷം രണ്ടാമത്തെ കുട്ടിയാകാത്തത് കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ 12 വർഷമായി ചികിത്സയിലായിരുന്നു. അവസാനം വീടിൻ്റെ ആധാരം പണയം വെച്ച് IVF ട്രീറ്റ്മെൻറ്റ് നടത്തി. എന്നിട്ടും ഫലമുണ്ടായില്ല. എല്ലാ ഡോക്ടർമാരും ഞങ്ങളെ കൈയൊഴിഞ്ഞു. വർഷങ്ങളായി ഇവിടെ വന്ന എല്ലാ ചൊവ്വാഴ്ചകളിലും നൊവേനയിൽ സംബന്ധിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ ഫലമായി
അന്തോണീസ് പുണ്യവാളൻ ഞങ്ങളെ കൈയൊഴിഞ്ഞില്ല. കഴിഞ്ഞ വർഷം എൻ്റെ ഭാര്യ പ്രഗ്നൻ്റായി. പക്ഷെ 5.5 മാസമായപ്പോൾ ബ്ലീഡിംഗ് ആയി. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞങ്ങൾ പരമാവധി ശ്രമിച്ചുവെന്നും പക്ഷേ അബോർഷനായി പോയെന്നും കുട്ടി ആൺകുട്ടിയായിരുന്നെന്നും ഡോക്ടർ പറഞ്ഞു. ഞാൻ മുറിയിൽ പോയി കരയുന്ന സമയം എൻ്റെ സുഹൃത്ത് വന്ന് പറഞ്ഞു, കുട്ടിക്ക് ചെറിയ ഒരു ഇടിപ്പുണ്ടെന്നും ഇപ്പോൾ തന്നെ ജീവൻ പോകുമെന്നും. കുട്ടിയെ ഒന്ന് കാണാനായി അവരെന്നെ നിർബന്ധിച്ചു. ഇത്തരത്തിൽ പിറക്കുന്ന കുട്ടികൾക്ക് ചെറിയൊരു നെഞ്ചിടിപ്പുണ്ടാകുമെന്നും കുറച്ചു കഴിഞ്ഞത് നിൽക്കുമെന്നും കുട്ടി ഒന്ന് കരഞ്ഞിരുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്തുവാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നുവെന്നും ഡോക്ടർ പറഞ്ഞു. കുട്ടിയെ കരയിക്കുന്നതിനായി അവർ നടത്തിയ ശ്രമങ്ങളെല്ലാം വിഫലമായി. കുട്ടിയെ സെമിത്തേരിയിൽ അടക്കുവാനും പെട്ടി വാങ്ങിക്കുവാനും വരെ തീരുമാനമായി. ആ സമയം അവിടെ ഉണ്ടായിരുന്നൊരു നേഴ്സ് കുഞ്ഞിനെ മാമോദീസ മുക്കണമെന്നും അതിനായി ഒരു പേരിടണമെന്നും പറഞ്ഞു. അതുകൊണ്ട് പുണ്യവാളൻ്റെ അനുഗ്രഹത്താൽ കിട്ടിയ കുഞ്ഞായതുകൊണ്ട് ഞാൻ അവൻ്റെ അടുക്കൽ പോയി കുഞ്ഞിൻ്റെ ശിരസ് എൻ്റെ കയ്യിൽ വച്ച് അന്തോണി എന്ന് വിളിച്ചു. അത് കേട്ടതും അത്രയും നേരം അനങ്ങാതെ കിടന്ന കുഞ്ഞ് മുകളിലേക്ക് ഒരു കയ്യ് ഉയർത്തുകയും വായ തുറക്കുകയും ചെയ്തു. ആ നിമിഷം ഡോക്ടേഴ്സും നഴ്സുമാരും ഞങ്ങളും ആശ്ചര്യപ്പെട്ടു പോയി. ഉടനെ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി അവിടെ നിന്നും മാറ്റി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 1 മില്ലി വീതം പാൽ കൊടുത്തു തുടങ്ങി. ജീവൻ പോയി എന്ന് കരുതിയ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടിയത് വിശുദ്ധ അന്തോണീസിൻ്റെ മധ്യസ്ഥതയാൽ ഈശോയിൽ നിന്നും ആണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അന്തോണീസ് പുണ്യവാളന് 1000 നന്ദി. വർഗീസ് സ്മിത. കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കായിട്ട് ഒരു സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കത്തിലാണ്. അവരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. അത്ഭുത പ്രവർത്തകനായ അന്തോണീസ് പുണ്യവാളന് നന്ദി. യാക്കോബായ വിശ്വാസിയായ ഞാൻ കഴിഞ്ഞ 18 വർഷത്തോളമായി കലൂർ പള്ളിയിലെ നൊവേനയിൽ സംബന്ധിക്കുന്നു. ഈ അടുത്ത് ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. 8 വർഷം മുൻപ് എൻ്റെ 2ാമത്തെ ചേട്ടന് ലിവർ സിറോസിസ് ബാധിച്ചതാണ്. അന്തോണീസ് പുണ്യവാളനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് പല അപകട നിലയും തരണം ചെയ്യുവാൻ സാധിച്ചത്. എന്നാൽ കഴിഞ്ഞ വർഷം നടത്തിയ പരിശോധനയിൽ കരളിൽ ക്യാൻസർ ബാധിച്ചതായി കണ്ടെത്തി. സിറോസിസ് ബാധിച്ച കരളിൻ്റെ ഏറിയ ഭാഗവും നഷ്ടപ്പെട്ടതിനാലും ശേഷിക്കുന്ന ഭാഗത്ത് ക്യാൻസർ കണ്ടെത്തിയതിനാലും കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ലെന്ന് ഡോക്ടർ വിധിയെഴുതി. പിന്നെ കരൾ ദാതാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പായി. ഒടുവിൽ 4 മാസങ്ങൾക്ക് മുൻപ് കോട്ടയത്ത് വച്ച് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ കരൾ ലഭിച്ചു. ശസ്ത്രക്രിയ വിജയകരമായിരുന്നെങ്കിലും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ ബിലിറൂബിൻ്റെ അളവ് ക്രമാതീതമായി ഉയർന്നതായും പുതിയ കരൾ 50% നിരസിക്കപ്പെട്ടതായും ഡോക്ടർ അറിയിച്ചു. അതോടെ എല്ലാവരുടെയും പ്രതീക്ഷ അവസാനിച്ചു. വിവരം പറഞ്ഞ ഞാൻ അന്തോണീസ് പുണ്യവാളനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും പൂമാല ചാർത്താമെന്നും കൃതജ്ഞത എഴുതിയിടാമെന്നും നേരുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, അടുത്ത ദിവസം മുതൽ ചേട്ടൻ്റെ ആരോഗ്യനില വളരെയേറെ മെച്ചപ്പെട്ടു തുടങ്ങി. 1 മാസം മുൻപ് ഡിസ്ചാർജ് ലഭിച്ചു. ഇവിടെ അനുഗ്രഹം നൽകിയ അന്തോണീസ് പുണ്യവാളന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. തമ്പി. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അന്തോണീസ് പുണ്യവാളന് നന്ദി. കലൂർ പള്ളിയിൽ വന്ന് പുണ്യവാളൻ്റെ നൊവേനയിൽ സംബന്ധിക്കുന്ന ഭക്തയാണ് ഞാൻ. ഭർത്താവും 2 കുട്ടികളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. കടബാധ്യത മൂലം എൻ്റെ ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുവാൻ തീരുമാനിച്ചു. 2015 ഏപ്രിൽ മാസത്തിൽ UAE ജോലി തേടി പോവുകയും ചെയ്തു. ഏകദേശം 12 ഇന്റർവ്യൂകളിൽ പങ്കെടുത്ത് ജോലിയൊന്നും കിട്ടാതെ നിരാശനായി തിരികെ നാട്ടിലേക്ക് വന്നു. ഇതൊക്കെതിരായി ഞങ്ങൾ അന്തോണീസ് പുണ്യവാളൻ്റെ അടുക്കൽ വരികയും 9 ചൊവ്വാഴ്ച മുടങ്ങാതെ നൊവേനയിൽ സംബന്ധിക്കാമെന്നും കൃതജ്ഞത എഴുതിയിടാമെന്നും അരി നൽകാമെന്നും നേർന്നു. ഏകദേശം 4 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് ദുബായിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു. അവിടെയുള്ള ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായി സെലക്ട് ചെയ്യപ്പെട്ടു എന്ന വാർത്ത അറിയുവാൻ കഴിഞ്ഞു. തുടർന്ന് വിസയും ടിക്കറ്റും അയച്ചു തന്നു. ഇപ്പോൾ സന്തോഷമായി ദുബായിൽ ജോലി ചെയ്തു വരുന്നു. അന്തോണീസിന്റെ മധ്യസ്ഥത ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് 1000 നന്ദി. ഈ കൃതജ്ഞതകളോടും ഈ ആഴ്ച ലഭിച്ച മറ്റ് 100 കണക്കിന് കൃതജ്ഞതകളോടും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥ്യം വഴി ലഭിച്ച എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് മുട്ടുകുത്തി നിന്ന്
ഭക്തിയോടെ നവനാൾ ജപങ്ങൾ സ്വരത്തിൽ നമുക്ക് ഏറ്റുചൊല്ലാം. ഓ ധന്യനായ വിശുദ്ധ അന്തോണീസേ, നന്മകളുടെ നിറകുടവും എളിമയുടെ ദർപ്പണവുമായ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങേ മധ്യസ്ഥതയാൽ രോഗവും മരണവും അബദ്ധവും അനർത്ഥങ്ങളും തിന്മകളും നഷ്ടങ്ങളും ഇല്ലാതാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും ദുഃഖിതർക്ക് ആശ്വാസവും പാപികൾക്ക് അനുതാപവും നൽകുന്നതിനും കഴിവുള്ള അങ്ങേയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ, അങ്ങ് ഞങ്ങൾക്ക് എന്നും തുണയും മധ്യസ്ഥനും ഉപകാരിയും ആയിരിക്കണമേ. ഞങ്ങളുടെ ആത്മീകവും ഭൗതികവുമായ സകല ആവശ്യങ്ങളും, പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന നന്മകൾ, എല്ലാവരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ്യം യാചിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിശ്വാസപൂർവം നമുക്ക് സമർപ്പിക്കാം. ഇന്ന ദിവസം നമ്മുടെ പ്രാർത്ഥനാ സഹായം പ്രത്യേകമാവിധം ആവശ്യപ്പെട്ടിരിക്കുന്ന രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന സിസ്റ്റർ അഗസ്റ്റ, ജസ്സി, ബിന്ദു, രേഖ, ലിഖ, പുഷ്പി, ലില്ലി, ജേക്കബ്, ഏഞ്ചൽ, എൽസി, മേരി, ചാൾസ്, ലീല, ശാരദ, ജെയിംസ്, ആൽവിൻ, റിനി, വർഗീസ്, സിന്ധു, ദേവൻ, എൽസി, അനിയൻ, രാജമ്മ, ദേവസി, ഡിജി, ഡിലു, അമൃത, രാജീവ്, ഷമീർ, റിൻസി, ശിവാനി, വിജയ, എൽഡ്രിൻ, പ്രിയ, പോളി, കുട്ടൻ, ഡൊറോത്തി, ലിബിൻ, മുത്ത്, മറീറ്റ, ജമ്മ, അഞ്ജലീന, അരവിന്ദൻ, റൂബി, ശ്രീദേവി, ആനി, സരിക, ഓമന, മിഖായേൽ, ആശ, റിഞ്ചു, അജിത്, പപ്പു, ലവ്ലി, രാജു, സോഫി ജോസഫ്, ഈത്തൻ, ഹെൻറി, ക്യാൻസർ രോഗം മൂലം ചികിത്സയിൽ കഴിയുന്ന രഞ്ജു, ആന്റണി, ശോഭന, അമ്മിണി, ജോമി ജോസഫ്, റോസ്ലി, ഷിബ, ജോഷി, വൃക്കസംബന്ധമായ അസുഖം മൂലം ചികിത്സയിൽ കഴിയുന്ന ചഞ്ചൽ, പൗലോസ്, ഹോസ്, സിസ്റ്റർ നോയൽ, ടോമി, ബെന്നി, കരൾ സംബന്ധമായ അസുഖം മൂലം ചികിത്സയിൽ കഴിയുന്ന ഉമ, ഹൃദയ സംബന്ധമായ അസുഖം മൂലം ചികിത്സയിൽ കഴിയുന്ന റോസ്, ഷീല, ICUവിലായിരിക്കുന്ന ആദിത്യ, ജോമി ജോൺ, വെന്റിലേറ്ററിലായിരിക്കുന്ന അജയ്, ലിജി, അന്തോണി, രത്നമ്മ, ഓപ്പറേഷന് വിധേയരാകുന്ന ആൻസൺ, ബെനീറ്റ, കുർത്ത് സോട്ടർ, ആക്സിഡന്റ് മൂലം രോഗാവസ്ഥയിൽ കഴിയുന്ന രാധാകൃഷ്ണൻ, രാധാമണി, കാർത്തിക, ആനറ്റ്, ഷൺമുഖ വേലൻ, ലിസി, ലിബിൻസൺ, ആന്റണി, അമൽ ജോർജ്, ജഗതി, ശ്രീകുമാർ, ഇവരെയും നമ്മുടെ ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്നവരെയും ഇവിടെയായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകളെയും രോഗാവസ്ഥകളെയും സമർപ്പിച്ച് സൗഖ്യത്തിനായി ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം.
പരമപിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അങ്ങേ മാധ്യസ്ഥ്യം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോണീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളെന്നും കൃതജ്ഞതയോടെ പ്രകീർത്തിക്കും. ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സകലതും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസേ, എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ജീവിതക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിലകപ്പെടാതെ നല്ല ജീവിതം നയിക്കാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പ്രലോഭനങ്ങൾ ഞങ്ങളെ ദുർബലരാക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങ് ശക്തമായ തുണയായിരിക്കണമേ. ഉദാരതയും സ്നേഹവുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും പാവങ്ങളുമായ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സമൂഹ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അങ്ങേ മക്കൾ ഈ നവനാൾ പ്രാർത്ഥന വഴി ഈശ്വര ചൈതന്യം നവമായി ഉൾക്കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ പൂർവോപരി ഊർജ്ജസ്വലരാകുവാനിടയാക്കണമെന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസ് വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിത പ്രതിസന്ധികളിൽ അചഞ്ചലമായ വിശ്വാസത്തോടും തീക്ഷ്ണമായ പ്രത്യാശയോടും കൂടെ ദൈവതൃക്കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ധൈര്യപൂർവം നേരിടുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിള സമൃദ്ധിയും തൊഴിൽ സ്ഥിരതയും വ്യാവസായിക നീതിയും വഴി സാമ്പത്തിക ഭദ്രതയും സാമൂഹ്യ സമാധാനവും ജീവിത സംതൃപ്തിയും ഏവർക്കും ലഭ്യമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൊഴിലില്ലാതെയും ജീവിതമാർഗം കാണാതെയും ഉഴലുന്ന എല്ലാവരും ക്രിസ്തുനാഥനിൽ പ്രത്യാശയും ഭദ്രതയും കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹത്തിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുവാനും കൃപയേറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും തിക്തഫലങ്ങൾ നിമിത്തം തകർന്ന കുടുംബങ്ങൾക്ക് ആശ്വാസവും അവയ്ക്കടിമയായിരിക്കുന്നവർക്ക് അബദ്ധനത്തിൽ നിന്ന് മോചനവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരിക അസുഖങ്ങളാലും മാനസിക വിധകളാലും കഷ്ടത അനുഭവിക്കുന്നവർക്കും പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ബന്ധങ്ങൾക്ക് വിധേയരായിരിക്കുന്നവർക്കും മോചനവും സൗഖ്യവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്യയന ജീവിത കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ സമയവും കഴിവും ഫലപ്രദമായി ചെലവഴിക്കാനും അതുവഴി അവർ ഉത്തമ ജീവിത മൂല്യങ്ങളിൽ നിഷ്ഠയുള്ളവരായി വളരാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണാസന്നർക്ക് പ്രത്യാശയും വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും നിത്യസമ്മാനവും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷകനുമായ ദൈവമേ, അങ്ങ് വിശ്വസ്തദാസനായ വിശുദ്ധ അന്തോണീസിനെ വിശേഷ പുണ്യങ്ങളാലും അത്ഭുത പ്രവർത്തന വരത്താലും ധന്യനാക്കുന്നതിന് അങ്ങ് തിരുവുള്ളമായല്ലോ. കൃപാകടാക്ഷത്താൽ വിശുദ്ധന്റെ മാധ്യസ്ഥ്യം വഴി
നിങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകണമെന്ന് സ്രോതനിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ.